വളരെ കാലം മുമ്പ് ഒരു ചെറിയ ഗ്രാമത്തിൽ സീത എന്ന ഒരു യുവതി താമസിച്ചിരുന്നു. സീത അവളുടെ ദയയ്ക്കും സൗമ്യതയ്ക്കും പേരുകേട്ടവളായിരുന്നു. അവൾ തൻ്റെ ലളിതമായ ജീവിതം നയിച്ചുകൊണ്ട് ഒരിക്കലൊരു പ്രശസ്ത കലാകാരിയാകണമെന്ന് സ്വപ്നം കണ്ടു. തൻ്റെ കഴിവ് ഒരു നാൾ തിരിച്ചറിയപ്പെടുമെന്ന പ്രതീക്ഷയിൽ അവൾ എല്ലാ ദിവസവും പെയിൻറ് ചെയ്യുകയും സ്കെച്ച് ചെയ്യുകയും ചെയ്യും. ഒരു ദിവസം രാജ്യത്ത് ഒരു കലാമത്സരം പ്രഖ്യാപിച്ചു. വിജയിക്ക് നാട്ടിലെ ഏറ്റവും വലിയ കലാകാരൻ്റെ കീഴിൽ പഠിക്കാൻ അവസരം ലഭിക്കും. സീത ആഹ്ലാദഭരിതയായി പ്രവേശനത്തിനായി വിശ്രമമില്ലാതെ പ്രയത്നിച്ചു. മത്സരത്തിൻ്റെ ദിവസം എത്തിയപ്പോൾ ഏറെ പ്രതീക്ഷയോടെയാണ് അവൾ തൻ്റെ മികച്ച പെയിൻറ്റിംഗ് സമർപ്പിച്ചത്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഫലം പ്രഖ്യാപിച്ചു. വിജയികളുടെ പട്ടികയിൽ സീതയുടെ പേരുണ്ടായിരുന്നില്ല. അവളുടെ ഹൃദയം തകർന്നു. അവളുടെ സ്വപ്നം കൈവിട്ടു പോകുന്നതായി തോന്നി. അങ്ങനെ നിരാശ തോന്നി അവൾ ലക്ഷ്യമില്ലാതെ അലഞ്ഞു നടന്നു. ഒരു കാടിൻ്റെ അരികിൽ അവൾ എത്തിപ്പെട്ടു. പെട്ടെന്ന് കുറ്റിക്കാട്ടിൽ നിന്ന് മൃദുലമായ ഒരു നിലവിളി അവൾ കേട്ടു. ജിജ്ഞാസയോടെ അവൾ അടുത്തു ചെന്നപ്പോൾ പരിക്കേറ്റ ഒരു പക്ഷിയെ കണ്ടു. അവളുടെ ഹൃദയം ഉരുകി. അവൾ ശ്രദ്ധാപൂർവം പക്ഷിയെ എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോയി. ശ്രദ്ധയോടും അർപ്പണബോധത്തോടും കൂടി അവൾ അതിനെ ആരോഗ്യത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. ഈ സമയത്ത് മൃഗങ്ങളെ പരിപാലിക്കുന്നതിനുള്ള ഒരു പുതിയ അഭിനിവേശം അവൾ കണ്ടെത്തി. പക്ഷി സുഖം പ്രാപിച്ച് വീണ്ടും പറക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് അത്രമാത്രം സന്തോഷം തോന്നി. ദിവസങ്ങൾ ആഴ്ചകളായി മാറി. ആവശ്യമുള്ളതിൽ കൂടുതൽ മൃഗങ്ങളെ പരിപാലിക്കുന്നതായി സീത കണ്ടെത്തി. വാർത്ത പരന്നു. താമസിയാതെ അയൽ ഗ്രാമങ്ങളിൽ നിന്നുള്ള ആളുകൾ പരിക്കേറ്റ മൃഗങ്ങളെ അവളുടെ അടുത്തേക്ക് കൊണ്ടുവരാൻ തുടങ്ങി. സീതയുടെ വീട് മൃഗങ്ങളുടെ ഒരു സങ്കേതമായി മാറി. അവളുടെ പുതിയ മാറ്റത്തിൽ അവൾ വളരെയധികം സംതൃപ്തിയും സമാധാനവും കണ്ടെത്തി. ഒരു ദിവസം ധനികനായ വ്യാപാരി സീതയെ സന്ദർശിച്ചു. അവളുടെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് അദ്ദേഹം കേട്ടിരുന്നു. ഒരു വലിയ മൃഗ സംരക്ഷണ കേന്ദ്രം സ്പോൺസർ ചെയ്യാൻ അദ്ദേഹം വാഗ്ദാനം ചെയ്തു. അദ്ദേഹത്തിൻ്റെ സഹായത്തോടെ സീത മനോഹരമായ ഒരു സങ്കേതം സ്ഥാപിച്ചു. അവിടെ മൃഗങ്ങളെ പരിപാലിക്കാനും പുനരധിവസിപ്പിക്കാനും കഴിയും. വർഷങ്ങൾ കടന്നുപോയി. സീതയുടെ സങ്കേതം പ്രസിദ്ധമായി. അവൾ ചെയ്യുന്ന അവിശ്വസനീയമായ പ്രവൃത്തി കാണാൻ ദൂരദിക്കുകളിൽ നിന്നുപോലും ആളുകൾ വന്നു. വിവിധ പരിപാടികളിൽ സംസാരിക്കാനും അവളുടെ യാത്ര പങ്കിടാനും അവളെ ക്ഷണിച്ചു. പ്രശസ്തിയായ ഒരു കലാകാരിയാവുക എന്ന തൻ്റെ സ്വപ്നം താൻ ഒരിക്കലും സങ്കല്പിക്കാത്ത വലിയൊരു ലക്ഷ്യത്തിലേക്ക് മാറിയിരിക്കുന്നുവെന്ന് സീത തിരിച്ചറിഞ്ഞു. ഒരു സായാഹ്നത്തിൽ നീണ്ട ദിവസത്തെ ജോലിക്ക് ശേഷം സീതയ്ക്ക് ഒരു കത്ത് ലഭിച്ചു. അത് അവളുടെ കഥയെക്കുറിച്ച് കേട്ടറിഞ്ഞ് രാജ്യത്തെ ഏറ്റവും വലിയ കലാകാരനിൽ നിന്നാണ്. അദ്ദേഹം എഴുതി: പ്രിയ സീത, മൃഗങ്ങളുമായുള്ള നിങ്ങളുടെ അത്ഭുതകരമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. പരമ്പരാഗത അർത്ഥത്തിൽ നിങ്ങൾ ഒരു കലാകാരനായി മാറിയിരിക്കില്ല, പക്ഷേ നിങ്ങളുടെ സമർപ്പണവും അനുകമ്പയും ഒരു യഥാർത്ഥ കലാസൃഷ്ടിയാണ്. നിങ്ങൾ എന്നെയും എണ്ണമറ്റ മറ്റുള്ളവരെയും പ്രചോദിപ്പിച്ചു. നിങ്ങൾ ശരിക്കും ജീവിതത്തിൻ്റെ ഒരു കലാകാരനാണ്. കത്ത് വായിച്ചപ്പോൾ സീതയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകി. ചിലപ്പോഴൊക്കെ ജീവിതം നമ്മെ അപ്രതീക്ഷിതമായ വഴികളിലേക്ക് കൊണ്ടുപോകുന്നുവെന്നും ദൈവത്തിൻ്റെ പദ്ധതി നമ്മുടേതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കാമെന്നും അവൾ ഒടുവിൽ മനസ്സിലാക്കി. തങ്ങളെ തന്നെ സംരക്ഷിക്കാൻ കഴിയാത്തവരെ സുഖപ്പെടുത്താനും സംരക്ഷിക്കാനുമാണ് തൻ്റെ യഥാർത്ഥ വിളിയെന്ന് അവൾ തിരിച്ചറിഞ്ഞു. If you love to watch this video, you can like, share and subscribe.